ഇന്ന് നമ്മുടെ നന്ദു അളിയന്റെ കൊച്ചിന്റെ നൂലുകെട്ടാണ് ഗൈസ്. അപ്പൊ രാവിലെ തന്നെ ഞാൻ ഗെറ്റഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഞാൻ മാത്രമല്ല, എന്റെ സഹധർമ്മിണിയും ഗെറ്റഡി വിത്ത് മീ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത ഔട്ട്ഫിറ്റ് ആണെന്ന്. പക്ഷെ എന്നാ അങ്ങനെയല്ല ഗൈസ്. ഇത് കംപ്ലീറ്റ്ലി അൺപ്ലാൻഡ് ആണ്. അവളുടെയിലും അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, എന്റെയിലും ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയിലും അങ്ങനത്തെ ഡ്രസ്സ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. പാറുവിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി. പക്ഷെ അതിനു മുന്നേ നമുക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കണം. ഞാൻ വിചാരിക്കുന്ന ചെറുക്കുന്ന ഒരു മാല വാങ്ങിച്ചു കൊടുക്കാന്ന്, ഒരു ഗോൾഡിന്റെ. അപ്പൊ അതാകുമ്പോഴത്തേക്കും പൊളി സാധനമായിരിക്കും. എന്നിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ വന്ന് അച്ഛനെ അമ്മ എടുത്തോണ്ട് നേരെ പോവാം. സുഹൃത്തുക്കളെ, പാർവതിയുടെ വീട്ടിലേക്ക് ആദ്യം നമുക്ക് പോവാം മാല വാങ്ങാൻ. ഞാൻ ഉദ്ഘാടനം ചെയ്ത കടയിൽ തന്നെ വന്ന കേസ് എടുക്കാനായിട്ട്. നമസ്കാരം. നിങ്ങൾ കളക്ഷനൊക്കെ നോക്കട്ടെ കേസ്. നമ്മൾ കേസ് ഡിസൈൻ എല്ലാം നോക്കിയെന്നേ. ഇത് ഇഷ്ടപ്പെട്ട് ഇത് ഇത് വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. ഇതൊക്കെ കൊള്ളൂ ദേഹത്ത്? ഇല്ലല്ല, എന്തോ അതാണോ ഇതാണോ രസം? ഇത് കൊള്ളാം അല്ലേ. അപ്പൊ ഇത് കട്ട് ചെയ്തെടുത്തു. ഇത് കട്ട് ചെയ്തെടുത്തോ കേട്ടോ. കൊച്ചിന്റെ സൈസിനനുസരിച്ച് ഒരു ലോക്കറ്റ് കൂടാം. ലോക്കറ്റ് നോക്കിയാൽ ഗുരുവായൂരപ്പനും കൃഷ്ണനെ ഇഷ്ടപ്പെട്ട് അതിനകത്തുനിന്ന് ഞാൻ വിചാരിച്ച കേസ് കൃഷ്ണനെ എടുത്തു കൊടുക്കാം. അതാകുമ്പോഴത്തേക്ക് നന്ദു കൃഷ്ണൻ, ഈ കൃഷ്ണൻ, അവന്റെ ചെറുക്കനും കൃഷ്ണൻ. നമ്മൾ ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്ത്. കൊക്ക് നന്ദു അളിയാ ഒന്ന് വിളിച്ചേടാ. ഹലോ. ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് നമ്മൾ കെട്ടാനുള്ള നൂല്. മഞ്ഞ നൂലാണ്, കറുത്ത നൂലല്ലേ കെട്ടണ? മഞ്ഞാണ് കേസ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നൂല് കെട്ട്. നന്ദു ഇപ്പം നൂല് കെട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ്. ചെറുക്ക അങ്ങനെ അവന്റെ കൊച്ചിന് നൂല് കെട്ടുകയാണ് സുഹൃത്തുക്കളെ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആണ് തോന്നുന്നത്. കരയിലടാ, നിനക്കല്ലേ നൂല്? ഓക്കെ, സെറ്റ് ഡൺ. അവൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു നൂല് കെട്ടിയിരുന്നു. ഓക്കെ, പുരവേട രസമാണ്. പുരവേടമ്മ